ഇന്ന് ജനുവരി 12 ശരിക്കും ഒരു 2 ടോൾ തമ്മിൽ ഒരു 60-65 കിലോമീറ്റർ ദൂരം വേണമെന്നാണ് നിയമം. പക്ഷെ ഇവിടെ വെറും 20 കിലോമീറ്ററാണ് ഇവിടുന്ന് അടുത്ത ടോളിലേക്ക് ദൂരമുള്ളത്. ശരിക്കും ഇവിടെ ടോള് പാടില്ല കുമ്പളയിൽ. ഇന്ന് ഇത് സ്റ്റാർട്ടാവുമെന്ന് പറഞ്ഞിട്ട് ഇതിനെതിരെ ജനകീയ സമിതി ഉപരോധം നടത്തുകയാണ്. ഈ ടോളിന്റെ വിഷയം കാണുമ്പോൾ പലർക്കും ഒരു സംശയം ഉണ്ടാവും, ടോൾ കൊടുക്കാൻ പറ്റാത്ത ആൾക്കാർ സർവീസ് റോഡിൽ പോയാൽ പോരെന്നൊക്കെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും. പക്ഷേ ഇവിടുത്തെ വിഷയം എന്താണെന്ന് വെച്ചാൽ എന്താ, സർവീസ് റോഡ് ഇവിടെ എൻഡായി. ഇനി അങ്ങോട്ട് പോയാൽ തിരിച്ചതുപോലെ വരണം. ഞാൻ കാണിച്ചു തരാം. ഇവിടെ ചുരുക്കി പറഞ്ഞാൽ നമുക്ക് ടോൾ റോഡിൽ പോവുക എന്നുള്ളൊരു ഓപ്ഷൻ മാത്രമേ ഉള്ളൂ. അത് നടന്നു പോകാനുള്ള ഓപ്ഷൻ വരെയില്ല. കാരണം ഇവിടുത്തെ അപ്പുറത്ത് പുഴയാണ്. എന്താ, ഇതാണ് റോഡിൻ്റെ എൻഡ്. ഇവിടുന്ന് അങ്ങോട്ട് ഇനി പുഴയാണ്. അപ്പോൾ നടന്നു പോകാനുള്ള ഓപ്ഷൻ വരെ ഇല്ല. തിരിച്ചു വന്ന് ടോൾ റോഡ് ഹൈവേയിൽ കയറിയിട്ട് തന്നെ പോകണം. ഇപ്പം നിങ്ങൾക്ക് ഞങ്ങളെ ഈ ബുദ്ധിമുട്ടിൻ്റെ അവസ്ഥ മനസ്സിലായോ? ഇനി ആരെങ്കിലും കൊണക്കാൻ നിൽക്കുന്നുണ്ടെങ്കിൽ ഇമാതിരി വർത്താനം പറയരുത്. കാരണം മുമ്പ് ഞാനായിട്ടൊരു വീഡിയോയിൽ നിങ്ങൾക്ക് എന്നെ ക്യാഷ് കൊടുക്കാനില്ലെങ്കിൽ ഇത്ര ദരിദ്രവാസികളാണെങ്കിൽ സർവീസ് റോഡിൽ പോകുന്നൊക്കെ പറഞ്ഞിരുന്നു കുറേ എണ്ണം. 2 വീലർ ആയാലും ഹൈവേയിൽ പോവുക എന്നുള്ളൊരു ഓപ്ഷൻ മാത്രമേ ഞങ്ങൾക്ക് ഇവിടെ ഉള്ളൂ. വേണ്ട, ഇവിടെ ഇപ്പോഴും ആൾക്കാരുണ്ട്, നല്ല ആൾക്കൂട്ടാണ് ഇപ്പോഴും ഇവിടെ ഉള്ളത്. 2 വീലർ 3 വീലർ അതിനൊന്നും ടോളില്ല. 4 വീലർ മുതലാണ് ടോൾ കൊടുക്കുന്നത്. ടോളിൻ്റെ റേറ്റ് നോക്കും, ഇതാണ് സഹിക്കാൻ പറ്റാത്തത്. ഇവിടെയൊക്കെ എപ്പോഴും ഓഹോ എന്തോ ക്ലോസ് ആക്കി. ഞാൻ വരുന്ന സമയത്ത് കൃത്യമായിട്ട് അവർ ഓഫ് ആക്കിയല്ലോ. ഇതൊന്നും സംഭവം. ഇവിടെ ഉണ്ടായിരുന്ന അഷ്റഫ് MLA-യും വേറെ കുറച്ച് നേതാക്കന്മാരെയൊക്കെ പോലീസ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയിട്ടുണ്ട്. ഇതൊരു പുഴയാണ്. വേറെ ടോൾ റോഡ് ഉപയോഗിക്കാന്നല്ലാതെ നമുക്ക് വേറെ ഓപ്ഷനൊന്നുമില്ല. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ ഇപ്പോൾ പാലിയേക്കരൊക്കെ ഉള്ളതുപോലെ ഒരു 1-2 കിലോമീറ്റർ ചുറ്റാണെങ്കിൽ നമുക്കത് വിഷയമില്ല. പക്ഷെ ഇതങ്ങനെയല്ല, ഇത് കിലോമീറ്ററുകൾ ചുറ്റിയിട്ട് വരണം. അങ്ങനെ നോക്കുമ്പോഴേക്ക് ആ പെട്രോളിൻ്റെ അവസ്ഥ നോക്കുമ്പോഴേക്ക് ഈ ടോളാണ് ബെസ്റ്റ്. എന്തായാലും നമുക്ക് ആ ഒരു ചിലവ്, കാസർഗോഡുകാർക്ക് ആ ഒരു ചിലവുണ്ട്. ടോളിൻ്റെ ഒരു ചിലവ് എന്തായാലും ഇവിടെ ഉണ്ട്. അതിന് മാറാൻ പോകുന്നില്ല. കണ്ട, ടോള് കഴിഞ്ഞ് കുറച്ച് പുറത്തുമ്പോഴേക്കന്നെ 1/2 കിലോമീറ്റർ കഴിയുമ്പോൾ തന്നെ സർവീസ് റോഡ് സ്റ്റാർട്ട് ചെയ്ത് ടോള് പിരിക്കുക എന്നുള്ള ഉദ്ദേശത്തോടെ മാത്രം, ജനങ്ങളെ ബുദ്ധിമുട്ടാക്കുക എന്നുള്ള ഉദ്ദേശത്തോടെ മാത്രമാണ് ഗവൺമെന്റും ഹൈവേ അതോറിറ്റിയും ഇമാതിരി ഒരു കോപ്പിലെ പണിയെടുത്തത്. ഇത്ര നല്ല റോഡ് തന്നിട്ട് ഇപ്പോഴും ടോള് കൊടുക്കുന്നതിൽ ബുദ്ധിമുട്ടൊന്നും ചോദിക്കരുത്. ടോള് കൊടുക്കാൻ ഞങ്ങൾ തയ്യാറാണ്. കൃത്യം 60 കിലോമീറ്ററിന് അപ്പുറത്തിന് ടോള് വരുന്നുണ്ട്, അതിന് പണി നടക്കുന്നുണ്ട്. അത് പണി, ആ റോഡ് കംപ്ലീറ്റ് ആയിട്ട്, ആ ടോളിന്റെ പണി കംപ്ലീറ്റ് ആയിട്ട് അതിൽ പോകുന്ന ആൾക്കാർ ടോൾ കൊടുക്കാൻ റെഡിയാണ്. ഇത് വെറും 20 കിലോമീറ്റർ ഉള്ളൂ. വെറും 20 കിലോമീറ്റർ ഉള്ള സ്ഥലത്ത് വെറുതെ ക്യാഷ് കൊടുക്കുന്നതിനുള്ള ബുദ്ധിമുട്ട് എല്ലാവർക്കും ഉണ്ട്. ഒരു വിഭാഗം ടീമിനായിക്കോട്ടെ, അവർ ടോൾ സപ്പോർട്ടാണ്. ഒരു പാർട്ടി, ഒരു അന്തവും കുന്തവും ഇല്ലാത്ത, ബോധമില്ലാത്ത ഒരു പാർട്ടി എന്ന് തന്നെ പറയണം. കാരണം പാർട്ടിക്ക് വേണ്ടിയിട്ട് അവർ സപ്പോർട്ട് തന്ന്, പക്ഷെ സ്വന്തം പോക്കറ്റിന്ന് അതാണ് രാവിലെ മുതൽ വൈകുന്നേരം വരെ അധ്വാനിച്ചുണ്ടാക്കുന്ന ക്യാഷ് എന്നാണ് ഇത് കൊടുക്കേണ്ടത് എന്നുള്ള ഒരു കുറച്ചെങ്കിലും ഒരു 10 പൈസയുടെ ബുദ്ധിയെങ്കിലും അവർക്ക് ഉണ്ടായിരുന്നെങ്കിൽ ആ പാർട്ടിയും ഈ ടോളിനെതിരെ സപ്പോർട്ട് ചെയ്യായിരുന്നു. പക്ഷെ ആ പാർട്ടി സ്റ്റാർട്ടിങ് മുതൽ ഈ ടോളിനെതിരെയുള്ള പ്രതിഷേധങ്ങൾക്ക് തുരങ്കം വെക്കാനാണ് അവർ സ്റ്റാർട്ടിങ് മുതലേ ചെയ്തത്. ഇന്നവർ വന്നിട്ടുണ്ടോന്ന് അറിയില്ല. കാസർഗോഡ് MP ഉണ്ട്, ഉണ്ണിത്താൻ സ്റ്റാർട്ടിങ്ങിലുള്ള ആ ഒരു പ്രതിഷേധത്തിൽ പറഞ്ഞിരുന്നു, എന്റെ നെഞ്ചത്തേക്ക് വെടിവെച്ചാലല്ലാതെ ഇവിടെ ടോൾ തുടങ്ങാൻ പറ്റൂല എന്ന് ഉണ്ണിത്താൻ പറഞ്ഞിരുന്നു. പക്ഷെ ഉണ്ണിത്താൻ ഇന്ന് വന്നിട്ടില്ല. സ്ഥലത്തുണ്ടോ ഇല്ലേ എന്നുള്ളതിൽ വിഷയം. ഇങ്ങനത്തെ ഒരു ഇവിടെ ജനുവരി 12 ടോൾ സ്റ്റാർട്ടാവുമെന്നും അന്നേ ദിവസം ഇവിടെ പ്രതിഷേധ സംഗമം വെക്കുന്നുണ്ട് എന്നും മുന്നേ അറിയിച്ചതാണ്, എല്ലാവരെയും മുന്നേ അറിയിച്ചതാണ്. എന്നിട്ട് ആ ഒരു ദിവസം മറ്റെല്ലാ തിരക്കും മാറ്റിവെച്ച് ജനങ്ങൾക്ക് വേണ്ടി ചെമ്പിക്ക് എത്താൻ പറ്റിയില്ലെങ്കിൽ പിന്നെ എന്തിന്? ചിലപ്പോൾ ഞാൻ ഈ വീട് ഇട്ട് കഴിഞ്ഞ സമയത്ത് എനിക്കെതിരെ നല്ല പണികൾ വരുമായിരിക്കും. എന്നാൽ എനിക്ക് ചോദിക്കാനുള്ള ഒരു ചോദ്യം, ഞാനും ഒരു സാധാരണക്കാരനാണ്, ഞാനും ഒരു വോട്ടിടുന്ന ആളാണ്. എനിക്ക് ചോദിക്കാനുള്ള കാര്യം അതാണ്. പിന്നെ എന്തിന് മറ്റെല്ലാ തിരക്കും ഒഴിവാക്കി ഇവിടെ എത്താൻ പറ്റുന്നില്ലെങ്കിൽ പിന്നെ എന്തിന്? അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യണ്ടേ? അന്നൊരു വാക്ക് പറഞ്ഞ് പോയെന്നല്ലാതെ മറ്റെന്തെങ്കിലും ഇതിനെതിരെ അല്ലെങ്കിൽ പ്രതിഷേധിക്കാൻ മറ്റും ചെയ്തിട്ടോ എന്നറിയില്ല. വാർത്തകളിൽ ഞാൻ കണ്ടിട്ടില്ല. ഇനി ചിലപ്പോൾ ഉണ്ടായിരിക്കാം, ഇല്ലാതിരുന്നിരിക്കാം. ഏതായാലും വാർത്തകളിൽ ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല. ഇതിനു വേണ്ടി സ്റ്റാർട്ടിങ് മുതൽ ഇന്ന് വരെ എല്ലാ കാര്യത്തിലും ചുക്കാൻ പിടിച്ച ഒരാള് അഷ്റഫ് MLA ആണ്. എന്തൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും മൂപ്പര് ഈ ഒരു ടോളിനെതിരെ വളരെയധികം പ്രതിഷേധം സംഘടിപ്പിച്ചിട്ടുണ്ട്. ബാക്കി ഇനിയും കുറെ MLA-മാരുണ്ട്, കുറെ പഞ്ചായത്ത് മെമ്പർമാരുണ്ട്. ചിലപ്പോൾ നിങ്ങൾ പറയായിരിക്കും ഇത് കേന്ദ്ര ഗവൺമെന്റ് റോഡല്ലേ, ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല.
കേന്ദ്ര ഗവൺമെന്റ് ആണെങ്കിലും ഗവൺമെന്റിന് എന്തെങ്കിലുമൊക്കെ പറയാലോ, പറ്റൂല, ഇത് ചെയ്യാൻ പറ്റൂല എന്ന് പറയാലോ. ശരിക്കും പറഞ്ഞാല് ഞാൻ എപ്പോഴും പറഞ്ഞ പോലെ നമ്മുടെ സാധാരണക്കാരുടെ ഒക്കെ ഒരു ഗതികേടാണ് ഇതില്. മാർക്സിസ്റ്റ് എന്നോ കോൺഗ്രസ് എന്നോ ആരായാലും BJP എന്നോ ആരായാലും ജനങ്ങൾക്ക് വേണ്ടി എല്ലാ കാര്യത്തിലും ഇറങ്ങിത്തിരിക്കുന്ന ഒരാൾക്കാരില്ല. മൊത്തത്തിൽ ഞാൻ തഴയുന്നില്ല, കുറേ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, അത് ഞാൻ ഇല്ല പറയുന്നില്ല. പക്ഷെ ചില കാര്യങ്ങളൊക്കെ വരുമ്പോൾ ജനങ്ങൾക്ക് ഒന്നിച്ച് സപ്പോർട്ട് നിൽക്കേണ്ട ഇതേ ഗവൺമെന്റ് തന്നെയാണ് ജനങ്ങൾക്കെതിരെ നിൽക്കുന്നുള്ളത്. പണം ഉണ്ടാക്കണം, ജനങ്ങളെ പിഴിയണം എന്നുള്ള ഉദ്ദേശം മാത്രം. ഞാനിപ്പോ വന്നുകൊണ്ടിരിക്കുമ്പോ ഇവിടെ സർവീസ് റോഡ് എന്തായി, 2 വീലറും 3 വീലറൊന്നും റോഡിൽ കയറാൻ ഹൈവേയിൽ കയറാൻ പാടില്ല എന്നുള്ള നിയമമൊക്കെയുണ്ട്. അതിവിടെയോ നോ ഓപ്ഷൻ. ഇവിടെ ഒരു പുഴ വരുന്നുണ്ട്. ഇപ്പൊ ഇത്രയൊക്കെ കോടികൾ ചെലവഴിക്കുമ്പോ ചെറിയ അധികം വീതിയൊന്നും ഇല്ലാത്തൊരു പുഴയാണ് ഇവിടെ വരുന്നുള്ളത്. ഒരു നോർമൽ പാലം കൂടെ ഉണ്ടാക്കാലോ. അപ്പുറ സൈഡ് ഇപ്പൊ ഇത് ഈ സൈഡ് ഉണ്ടാ 3 വരി പാതയുണ്ട്. അപ്പുറ സൈഡ് ഇതിന്റെ ഓപ്പോസിറ്റ് സൈഡ് പണ്ടുണ്ടായിരുന്ന ആ ഒരു പാലം അങ്ങനെ തന്നെ നിലനിർത്തിയിട്ട് വെറും 2 പേരേ ഉള്ളൂ ഈ പാലത്തിൽ മാത്രം. സ്റ്റാർട്ടിങ്ങിലൊക്കെ ഈ പാലത്തിൽ കാർ ആക്സിഡന്റ് ആയിട്ട് നല്ല പരിക്ക് പറ്റിയിട്ടുണ്ട്, അതിൽ മരണപ്പെട്ടിട്ടുണ്ടെന്ന് തോന്നുന്നു.